നബിതങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നിട്ട് നിങ്ങൾ തന്നെ നിങ്ങൾക്ക് സൗന്ദര്യം കൂടുതലാണെന്ന് പറയരുത്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നിട്ട് പടച്ചനെ പറയാൻ പാടുണ്ടോ? പറയാൻ പാടുണ്ടോ? ഒരു ഉദാഹരണം പറയട്ടെ. ചില ഉമ്മാമ്മമാര് റോഡിൽ കൂടെ നടന്നു പോകുമ്പോ വീടിന്റെ മുന്നിൽ ഒരു നല്ല വാഴക്കൊല പൊലച്ചു നിൽക്കാം. ഒരു വാഴ ഇങ്ങനെ പൊലച്ച് നല്ല പോലെ ഇങ്ങനെ നിൽക്കാം. അപ്പൊ ഉമ്മ പറഞ്ഞു, എന്തൊരു വാഴയാന്ത് വാഴയാ, വാഴ ഉണ്ടായിരുന്നതിന്റെ അസറുകളെ ചേര് പറഞ്ഞാൽ മതി, ആവാൻ പറ്റി പോകും. അവരുടെ കുറിച്ച് പറഞ്ഞ കാര്യമുണ്ടോ? അതുകൊണ്ട് ആ പണ്ട് ചില ഉമ്മമാര് വരുമ്പോ കുഞ്ഞുങ്ങളെ കൊണ്ട് വീടിനകത്ത് കയറി പോകുമ്പോൾ കാണിക്കില്ല. നല്ല മോനാണെന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം പനി പിടിക്കും. അത് ചേരയുടെ നാവിൻ്റെ. അതുപോലെ തന്നെ മലക്കുകൾ ആമീൻ പറയുന്നു. മഹാനായ ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദ് അല്ലാഹു ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ഉസ്താദിന്റെ അടുക്കൽ വെച്ച് സുബഹിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഉസ്താദ് വന്നിട്ട് അടുത്തിരുന്നിട്ട് പറഞ്ഞു, എന്റെ മോന് ഭയങ്കര ഗുരുതരമായ ഉസ്താദേ, ദുആ ചെയ്യുക. അപ്പോൾ ഉസ്താദ് പറഞ്ഞു, നീ അങ്ങനെ പറയരുത്, ഒരിക്കലും നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ അങ്ങനെ പറയരുത്. കാരണം നിങ്ങളുടെ മകനാണ്, നിങ്ങളവന്റെ വാപ്പയാ, നിങ്ങളുടെ നാവ് കൊണ്ട് അവൻ ഗുരുത്തം കെട്ടവനാണെന്ന് പറയുന്ന സമയം മലക്കുകൾ ആമീൻ പറഞ്ഞ പിന്നെ അവൻ ഗുരുത്തം കെട്ടവനായി പോകും. അല്ലാഹു കാക്കുമാറാകട്ടെ. എടാ കഴുത, എടാ പോത്തെ, നമ്മുടെ മക്കളെ നമ്മൾ എന്തെല്ലാം വിളിക്കുന്നില്ലേ? ഗുരുത്തം കെട്ടവൻ, അനുസരണയില്ലാത്തവൻ, വൃത്തി കെട്ടവൻ, നമ്മൾ തന്നെയാണ് വിളിക്കണം അല്ലേ? മൊബൈലിൽ എന്തൊക്കെ പറയുന്നു നിങ്ങളുടെ മക്കളെ? അല്ലാഹു കാക്കുമാറാകട്ടെ. അപ്പൊ കയ്യിൽ പൈസ വെച്ചിട്ട് ഇല്ല ഇല്ല എന്ന് പറഞ്ഞാൽ ഒന്ന് കള്ളം പറഞ്ഞ പാവം, രണ്ട് നിന്റെ നാവ് നിനക്ക് നല്ലതാകണമെന്നില്ല, മൂന്ന് മലക്കുകൾ ആമീൻ പറഞ്ഞ നിനക്ക് 8ന്റെ പണി കിട്ടണം. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഇതാ ഞാൻ പറഞ്ഞത് പിരിവിന്റെ വിഷയമില്ല. ഞാൻ പറഞ്ഞത് അല്ലാഹു ഏകമാക്കുന്ന നമ്മുടെ ജീവിതം, അല്ലാഹു നമുക്ക് സമാധാനം തരുമല്ലോ, സന്തോഷമുള്ള ഒരു ജീവിതം ഈ ദുനിയാവിൽ അല്ലാഹു നിങ്ങൾക്ക് തരില്ല. അല്ലാഹു കാക്കുമാറാകട്ടെ. നീ വിചാരിച്ചു ഉസ്താദേ തങ്ങളെ വീട്ടിൽ സമാധാനമില്ല, മക്കൾ തമ്മിൽ ശത്രുക്കളെ പോലെയാ, ഭാര്യയും ഭർത്താവും കീരിയും വാങ്ങുക, എത്ര പൈസ കിട്ടിയാലും തികയുന്നില്ല, തിന്നാ വയറുന്ന തികയുന്നില്ല, എന്തോ കുഴപ്പമുണ്ട് ഉസ്താദേ, കന്നിമൂല മാറ്റണമെന്നാണ് ചോദിക്കുന്നത്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മുടെ പ്രശ്നം അടുക്കള ഇവിടെ വരുന്നതിൽ കുഴപ്പമുണ്ടോ? ബാത്റൂം അവിടെ വന്നതിൽ കുഴപ്പമുണ്ടോ? പിന്നെ ഇതൊക്കെയാ പ്രശ്നം. നമ്മുടെ വീടിനകത്ത് സമാധാനമില്ല. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്തേ കാരണം? ഇവിടെ രോഗം എന്താണെന്ന് മനസ്സിലാക്കി മരുന്ന് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് തലവേദന വരുന്നുണ്ട്, ചുമ്മാതെ തലവേദന മരുന്ന് വെച്ചിട്ട് കാര്യമില്ല. എന്താണ് തലവേദന വരാനുള്ള കാരണം എന്ന് കണ്ടുപിടിക്കുക. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്തുകൊണ്ടാണ് നമ്മുടെ വീടിനകത്ത് സമാധാനമില്ലാത്തത്? ലോകത്ത് ചിരിക്കുന്നത് ഞാൻ നിങ്ങളല്ല, ഇരിക്കുന്ന രാജാമാരെല്ലാവരും ചിരിക്കുന്നുണ്ട്, പക്ഷെ അഭിനയമാണ്. സീരിയൽ നടിയെ പോലും തോൽപ്പിക്കാൻ നടക്കാൻ എല്ലാവരും ചിരിക്കുന്നുണ്ട്, പക്ഷെ മനസ്സിന്റെ ഉള്ളിൽ വേദനകൾ ഉരുകുകയാണ്. അല്ലാഹു സമാധാനം നൽകുമാറാകട്ടെ. സമാധാനമുള്ള മനുഷ്യന് ഇന്ന് ലോകത്ത് കിട്ടാക്കനിയായി മാറിയിരിക്കുന്ന ഒന്നാണ് സമാധാനം. ആണിനുമില്ല, പെണ്ണിനുമില്ല എന്ന മനസ്സിലാക്കും. പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുമോ? അധികാരം കൊണ്ട് വാങ്ങാൻ പറ്റുമോ? ആൾബലം കൊണ്ട് വാങ്ങാൻ പറ്റുമോ? ഈ സമാധാനം എന്ന് പറയുന്നത് അല്ലാഹു തരുന്ന ഒരു നിഅമത്താണ്. അത് അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കും. അല്ലാഹു നമുക്ക് നൽകിയിരിക്കുമാറാകട്ടെ. അല്ലാഹു നൽകിയിരിക്കുമാറാകട്ടെ. സമാധാനം കിട്ടാനുള്ള വഴി എന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. സമാധാനം കിട്ടാനുള്ള വഴി ഖുർആൻ തന്നെ പറയുന്നുണ്ട്. ഒന്ന്, വീട് സമാധാനം തരും. വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകന. ഖുർആൻ പറയുന്നുണ്ട് വീട് സമാധാനം തരുന്ന ഒരു ഇടമാണ്. സമാധാനമുണ്ടോ വീട്ടിൽ? ഒന്നിലേടെ വീട്ടിൽ ഇത്തിരി കൂടെ കഴിയാത്ത സാധനം. വീടിനകത്ത് കയറിക്കഴിഞ്ഞ രാവിലെ ആയാൽ മതി, ഇറങ്ങി ഓടിയാൽ മതി, രക്ഷയില്ല. ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്, കൂടപ്പുറപ്പുണ്ട്, കുടുംബക്കാരുണ്ട്, ലക്ഷങ്ങൾ ചെലവഴിച്ച് കൊട്ടാരം പണിതിട്ടും ഉറങ്ങാൻ സമയമുണ്ടോ? ഇല്ല, ഉറങ്ങാൻ സമയമില്ല. സമയത്ത് ഭക്ഷണം കഴിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? രാവിലെ 8 മണി 7:30 മുമ്പ് ഭക്ഷണം കാപ്പി കുടിക്കണം. ഉച്ചയ്ക്ക് 1 മണി 1 മണി 1:15 ചോറുണ്ണണം. വൈകിട്ട് മഗ്രിബ് കഴിഞ്ഞാൽ ഇശായിക്ക് മുമ്പ് ഭക്ഷണം കഴിക്കണം. ഇങ്ങനെ സമയത്ത് ഭക്ഷണം കഴിക്കണം എത്ര പേരുണ്ട്? ഇല്ല.
ഉറങ്ങാറുണ്ടോ സമയത്ത്? ഇല്ല. നിസ്കരിക്കാറുണ്ടോ സമയത്ത്? ഇല്ല. പെണ്ണുമുള്ളയുടെ കൂടെ ചിലവഴിക്കാറുണ്ടോ? ഇല്ല. മക്കളെ സ്നേഹിക്കാറുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാകാൻ ജീവിക്കുന്നത്? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. തിന്നാനും കുടിക്കാനും ഉറങ്ങാനും സുഖിക്കാനും നിനക്ക് സമയമില്ല. ബിസി 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 24 മണിക്കൂർ ബിസി. ആ ബിസി നിനക്ക് അല്ലാഹു തന്നിരിക്കുന്ന ശിക്ഷയാ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഒന്നിനും സമയമില്ല ഉസ്താദേ. ആര് ചോദിച്ചാലും ഒന്നിനും നമുക്ക് സമയമില്ല. സമയമുണ്ടാകും പള്ളിക്കുഴിയിൽ പോകുമ്പോൾ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ സമാധാനം തരുന്ന ഒരു കാര്യം, വീട് സമാധാനം തരും. 2 മക്കൾ, 2 കല്യാണം കഴിച്ച സമാധാനം കിട്ടും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. സമാധാനം കിട്ടാനുള്ള രണ്ടാമത്തെ വഴി എന്താ? പെണ്ണ് കെട്ടിയാൽ മതി. അല്ലാഹു നമുക്ക് സമാധാനം നൽകുമാറാകട്ടെ. ഉണ്ടോ? നിങ്ങളെന്താ എന്നെ നോക്കണേ? നിങ്ങളൊക്കെ പെണ്ണ് കെട്ടിയില്ലേ? കല്യാണം കഴിച്ചവരൊക്കെ രണ്ടാമത് കെട്ടിക്കാനൊന്നുമല്ലോ. ഒക്കിക്കോ, ഓർമ്മിപ്പിക്കല്ലേ ഉസ്താദേ, അതൊന്നും ഓർമ്മിപ്പിക്കല്ലേ. നിങ്ങൾക്ക് സമാധാനം ഉണ്ടോ? അല്ലാഹു പറയുന്ന കല്യാണം കഴിച്ച സമാധാനം കിട്ടുന്നുണ്ടോ? ഉണ്ടോ താത്താമാരെ? എന്ത് റാഹത്തായിട്ട് നടന്നേയില്ലേ ഈ ചങ്ങാതി എന്ന് നിന്നെ കെട്ടിയോ? നമ്മളോട് പറയുന്നത് എന്റെ പൊന്നാര സിറാജ്, ഞാൻ എന്ന് പെണ്ണ് കിട്ടും അന്നത്തെ പോയടാ ചങ്ങാതിയ സന്തോഷ സമാധാനം. അല്ലാഹു നമുക്ക് നല്ല ജീവിതം നൽകുമാറാകട്ടെ. ആമീൻ പറയണോ? അല്ലാഹു നമ്മളെ സ്വർഗ്ഗത്തിൽ ഒരുമിപ്പിക്കുമാറാകട്ടെ. നാളെ നമ്മുടെ സ്വർഗ്ഗത്തിൽ കുടുംബസമേതം ഒരുമിച്ച് കൂടാൻ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ദുനിയാവിലെ ഭാര്യയെ സ്വർഗ്ഗത്തിന് വേണ്ട ഭാര്യയായിട്ട് വേണ്ടേ? ആഗ്രഹമുള്ളവർക്കും നേരത്തെ പൊക്കിയ പലരും പൊക്കണില്ല. ഷാനവാസ് ക്യാമറ ദുനിയാവിലെ ഭർത്താവിനെ സ്വർഗ്ഗത്തിലും ഭർത്താവായിട്ട് ആഗ്രഹം സ്റ്റേജിൽ വീഴാതെ നോക്കാം. കാരണം എന്താ പറയുക ഉസ്താദ്, ഇവിടെ തന്നെ ഭക്ഷണില്ല, ഇനി സ്വർഗ്ഗത്തിലും ഉണ്ടോ എന്നിരിക്കാൻ. ആ കടയുടെ അവിടെ ഒരു വണ്ടി ഗ്രേ കളർ, എന്ത് വണ്ടിയാണ്? ഒരു കാർ അവിടെ വണ്ടിക്ക് തടസ്സമായി കിടക്കുന്നുണ്ട്. ഒരു ഗ്രേ കളർ, എന്ത് വണ്ടിയാണ്? ആ ഫ്ലൈവുഡിൽ പോകുന്ന ഒരു വണ്ടിക്ക് തടസ്സമായി റോഡിൽ കിടന്ന കല്ലെടുത്ത് മാറ്റുന്ന സ്വർഗ്ഗം ഉണ്ടെന്ന നിന്റെ വണ്ടി മാറ്റിയിട്ട് സ്വർഗ്ഗത്തിൽ പോകും. അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അപ്പൊ 2 കല്യാണം കഴിച്ച സമാധാനം കിട്ടുന്ന ഓട്ടെ ഓർമ്മിപ്പിക്കുന്നില്ല. 3 മക്കൾ കണ്ടാൽ മതി. നമ്മളുടെ മക്കളുടെ മുഖത്ത് നോക്കിയ സമാധാനം കിട്ടും. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. 3ാമത്തെ കാര്യം, മക്കളുടെ മുഖത്ത് നോക്കിയാൽ മതി. ഇന്ന് വാപ്പ സ്വന്തം മകന്റെ മുഖത്ത് നോക്കിയാൽ ഭ്രാന്ത് പിടിക്കും. കാരണം കീറിയ പാനും വളർത്തിയ മുടിയും. സുബ്ഹാനല്ലാഹ്. അവനെ കാണുമ്പോ തന്നെ ഉപ്പാന്റെ കയ്യങ്ങിട്ട് വരയ്ക്കുക. കാരണം എന്തേ? അല്ലാഹു നമ്മളുടെ മക്കളുടെ ദാരിദ്ര്യം അല്ലാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. ആമീൻ പറയടോ. ഈ കീറിയ പാനിട്ടുള്ളത് നടക്കണ ആരാ? ഫക്കീറല്ലേ, മിസ്കീനല്ലേ? എന്റെ വാപ്പ നീ എന്തൊരു മനുഷ്യനാണ്, കണ്ണി നിനക്ക് കാരുണ്യമില്ലാത്തവനാകരുത് കേട്ടോ. നിങ്ങളെ ഈ സ്വർണ്ണമൊക്കെ ധരിച്ചുകൊണ്ട് നടക്കുന്നില്ലേ, നിന്റെ മോന്റെ കീറിയ പാൻ്റെ അല്ലാഹു ഓർത്ത് നടച്ചു കൊടുക്കണം. ദൈവം ചെയ്തിട്ട് കീറിയ പാനിന്റെ ഒരു പരിഹാരം കാണും കേട്ടോ. മോൻ ഇങ്ങനെ തുടങ്ങി കീറി നടക്കുക. അല്ലാഹു കാക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹ്. സ്വന്തം മകന്റെ മുഖത്ത് നോക്കിയ വാപ്പയ്ക്ക് സന്തോഷമില്ല. അയൽവാസികളുടെ കുഞ്ഞിന്റെ കവളി വിളിച്ചിട്ട് മോനെ വാവേ ചക്കരെ ഓനെ നോക്കുമ്പോ സന്തോഷമുണ്ട്, സ്വന്തം മക്കളെ നോക്കുമ്പോ ഇല്ല. എന്തേ കാരണം? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഞാൻ വിശദീകരിക്കുന്നില്ല. നമ്മുടെ വീടിനകത്ത് സമാധാനം കിട്ടാത്തതിന്റെ കാരണം ഒരു ശാപമാണ്. അല്ലാഹു കാക്കുമാറാകട്ടെ. അല്ലാഹു കാക്കുമാറാകട്ടെ. ശാപം കിട്ടിയ രക്ഷപ്പെടുവോ? രക്ഷപ്പെടുവോ? നിങ്ങൾ പറയുന്നത് ചങ്ങാതി രക്ഷപ്പെടുകയില്ല. കിട്ടുമോ താത്തമാരെ? നിങ്ങൾക്കൊരു ശാപമുണ്ട് നിങ്ങളുടെ വീടിനകത്ത്. അല്ലാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. 5 കാര്യങ്ങൾ 5 സ്ഥലങ്ങളിൽ ഇരുന്ന് കരയും. 5 കാര്യങ്ങൾ 5 സ്ഥലങ്ങളിൽ ഇരുന്ന് കരയും. ആ കണ്ണിന് ഒരു ശാപമാണ്. അല്ലാഹു കാക്കുമാറാകട്ടെ. 1, നിസ്കരിക്കാൻ പള്ളിക്ക് താളില്ലാതെ വന്നാൽ പള്ളി കരയും. നിസ്കരിക്കാൻ പള്ളിക്ക് താളില്ലാതെ വന്നാൽ പള്ളി കരയും. പള്ളി കരഞ്ഞാൽ ആ നാട്ടുകാരറിയും. അല്ലാഹു കാക്കുമാറാകട്ടെ. അല്ലാഹു കാക്കുമാറാകട്ടെ.
രണ്ട് വീടിനകത്തെ പ്രശ്നം പറയാം. നിങ്ങളുടെ വീടിനകത്തുള്ള പ്രശ്നം എന്താ? എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വീടിനകത്തിരുന്ന് കരയുകയാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എല്ലാ വീടിനകത്തും ഖുർആനുണ്ട്. എല്ലാ വീടിനകത്തും ഖുർആനുണ്ട്. ഓതുന്നില്ലല്ലോ, തുറക്കുന്നില്ലല്ലോ, ബഹുമാനിക്കുന്നില്ലല്ലോ. അല്ലാഹുവേ, ഏതെങ്കിലും ഒരു വീടിനകത്ത് പരിശുദ്ധമായ ഖുർആൻ ഇരിപ്പുണ്ട്. ആ ഖുർആൻ ആ വീട്ടുകാർ ഓതുന്നില്ല, അതിന്റെ പൊടി പോലും തുടയ്ക്കുന്നില്ല. ആ ഖുർആനിനെ ബഹുമാനിക്കാതെ വന്നാൽ അതിൽ നിന്ന് തേങ്ങുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുന്നു. ഖുർആൻ വീടിനകത്ത് അടുക്കി വെച്ചിട്ടുണ്ട്. തുറന്നു നോക്കാറുണ്ടോ ആരെങ്കിലും? ഇന്നത്തെ ദിവസം ഖുർആൻ കൈകൊണ്ട് തൊട്ടവരെ പൊക്കണ്ട, എനിക്ക് നാണയിടാൻ വയ്യ. അല്ലാഹു കാക്കുമാറാകട്ടെ. നമ്മളുടെ വീടിന്റെ അകത്ത് പരിശുദ്ധമായ ഖുർആൻ ഇരിക്കുന്നുണ്ട്. ഖുർആനില്ലാത്ത വീടില്ല. അലമാരിക്കകത്ത് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ചിലതിനകത്ത് ഉറുമ്പ് കൂട് വെച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. അല്ലാഹു കാക്കുമാറാകട്ടെ. ഈ ഖുർആൻ ആ വീട്ടിൽ തുറന്നു ഓതാതെ വന്നാൽ ഖുർആൻ കരയും. ആ ഖുർആനിന്റെ കണ്ണിന് നീര് നിന്റെ വീട്ടിൽ വീണ കത്തിയില്ലെങ്കിലല്ലേ കുഴപ്പമുള്ളൂ. അല്ലാഹു കാക്കുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹു കാക്കുമാറാകട്ടെ. അല്ലാഹു പറയുകയാ, എന്റെ ഖുർആൻ, എന്റെ കലാമിനെ നീ അവഗണിച്ചാൽ നിന്റെ ദുനിയാവ് ഞാൻ ഇടുക്കമാക്കും, ആഖിറവും വമൻ അറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈസതൻ ദൻകാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ ഖാല റബ്ബി ലിമ ഹസർതനി അഅമാ ഫഖദ് കുൻതു ബസീറാ كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى. കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരികയാണ്. കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോ കണ്ണ് കാണുന്നില്ല, ചെവി കേൾക്കുന്നില്ല, അന്ധനെ പോലെ നടക്കുകയാണ്, തപ്പിത്തടഞ്ഞ് നടക്കുകയാണ്. അല്ലാഹുവിനോട് ചോദിക്കുന്നു, ഖാല റബ്ബി ലിമ ഹസർതനി അഅമാ വഖദ് കുൻതു ബസീറാ. എനിക്ക് കണ്ണ് കാണുമായിരുന്നല്ലോ റബ്ബേ, ചെവി കേൾക്കുമായിരുന്നല്ലോ റബ്ബേ, കണ്ണ് കാണുമായിരുന്നു, എന്റെ ചെവിക്ക് കേൾവി ഉണ്ടായിരുന്നു. ഇന്ന് എനിക്ക് കാഴ്ചയില്ല, ഇന്ന് എനിക്ക് ചെവി കേൾക്കുന്നില്ല. ഖാല റബ്ബി ലിമ ഹസർതനി അഅമാ വഖദ് കുൻതു ബസീറാ ഖാല കദാലിക അതതുക ആയാതുനാ ഫനസീതഹാ വകദാലിക അൽയൗമ തുൻസാ. കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ ചിലരുടെ കണ്ണ് കാണില്ല, ചെവി കേൾക്കില്ല. അല്ലാഹുവിനോട് ചോദിക്കും, ദുനിയാവിൽ കാഴ്ചയുണ്ടായിരുന്നു, കേൾവിയുണ്ടായിരുന്നു, ഇന്നെന്താ ഇങ്ങനെ ആയിപ്പോയ? അല്ലാഹു പറയും, ഖുർആനിന്റെ ആയത്ത് കേട്ടപ്പോഴും നീ പൊട്ടം കളിച്ചവനല്ലേടാ. ഉസ്താദന്മാര് ഖുർആനിന്റെ ആയത്ത് ഓതിയിട്ട് സദഖയെ കുറിച്ച് പറയുമ്പോ ഇത് പിരിക്കാൻ വേണ്ടി ഓമാരി ജുമാ വരണതിനെ എഴുതിയേ. മരണം, ഖബർ, നരകവും പരലോകമൊക്കെ പറഞ്ഞത് വെറുതെയാണെന്ന് പറഞ്ഞിട്ട് നീ ഇങ്ങനെ പൊട്ടം കളിച്ചില്ലേടാ. ഇന്ന് നിന്നെ ഞാൻ കളിപ്പിക്കും. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അല്ലാഹു പറയുകയാ, ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് അവഗണിച്ച ദുനിയാവും പോകും, ആഖിറവും പോകും. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, ഖുർആൻ ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിക്ക്, രക്ഷപ്പെടും. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. സമയം കറക്റ്റ് 12:10 അൽഹംദുലില്ലാഹ്. ഇപ്പൊ ചവിട്ടുവാണെങ്കിൽ 11 മണിക്ക് നിർത്താം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. വാക്ക് പറഞ്ഞാൽ പാലിക്കണം, വാക്ക് പറഞ്ഞാൽ പാലിക്കാത്തത് മുനാഫിക്കിന്റെ അടയാളമാണ്. അല്ലാഹു കാക്കുമാറാകട്ടെ. ആദ്യ നബി അല്ലാഹു സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കിയത് വാക്ക് ലംഘിച്ചതിന്റെ പേരിലാണ്. അല്ലാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. എന്ത് വേണം? നിങ്ങൾ ഇരിക്കുമെങ്കിൽ ഒരു കാര്യം കൂടെ പറയാം, അല്ലെങ്കിൽ ദുആ ചെയ്യാം. എന്ത് വേണം? ഒരു കാര്യം കൂടെ, ഒരു 15 അരമണിക്കൂർ കൂടെ ഇരിക്കുമെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒരെണ്ണം കൂടെ പറഞ്ഞ് ദുആ ചെയ്ത് വരിക. എന്ത് വേണം? എനിക്ക് നാളെ രാവിലെ ഒരു ഉംറ ക്ലാസ് ഉണ്ട്, രാവിലെ ചങ്ങനാശ്ശേരി ഇൻഷാ അല്ലാഹ്. അങ്ങനെ ഇരിക്കുന്ന പോന്നോ? പറയണോ? കൈപൊക്കിക്ക് പറയണോ? പൈസ ചോദിക്കുമ്പോൾ ഇതുപോലെ പൊക്കണം കേട്ടോ. റെഡിയായിരിക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ.
എൻ്റെ പൊന്നെ പോയി ഫോട്ടോ എടുക്കുന്നത് തെറ്റാണ്. നമ്മളും ഇണ്ടാതിരിക്കുന്ന ഈ പാവം അല്ലാതെ കണക്ക് പോയി സ്വർഗത്തിൽ പോണ്ടേ. സ്വർഗത്തിന്റെ അവകാശികളെ നമ്മളെ പെടുത്തുമാറാകട്ടെ. പോകാനുള്ള എളുപ്പ വഴി പറഞ്ഞുതരാൻ പോവോ? ഒരു ഷോർട്ട് കട്ട് പറഞ്ഞുതരാൻ പോവോ? ഖുർആനിലെ ഒരായത്ത് ഓതിയാൽ മതി. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, അല്ലാഹു ഖുർആനിനെ ബഹുമാനിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ഖുർആനിലെ ഒരായത്ത് ഞാൻ പറഞ്ഞുതരാം. ഖുർആനിലെ ഒറ്റ ആയത്ത് ഓതിയ സ്വർഗ്ഗത്തിൽ പോകും. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഓതിക്കൂടെ? നിങ്ങൾക്ക് വേണോ ഓതിയാൽ മതി, എനിക്ക് ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് വേണോ? ഞാൻ പഴുതു പറയുന്നത് നിങ്ങളെ നന്നാക്കാനല്ല, അതിന് തങ്ങളൊക്കെ മതി. ഞാൻ നിങ്ങളെ നന്നാക്കാനാണെങ്കിൽ ഇരിക്കുന്ന ഉസ്താദന്മാർ ഇവിടുത്തെ മദ്രസയിലെ ഉസ്താദന്മാർ പറഞ്ഞാൽ പോലെ നന്നാകാൻ. ഞാൻ പഴുതു പറയുന്നത് എനിക്ക് നന്നാകാൻ വേണ്ടിയാണ്. അള്ളാഹു എന്നെ ഒന്ന് നന്നാക്കി തരുമാറാകട്ടെ. കരുണയില്ലാത്ത മനുഷ്യന്മാർ ആമീൻ പറ. ആരുടെ ആമീനെ അള്ളാഹു കേൾക്കണമെന്ന് അറിയത്തില്ല. നിങ്ങളുടെ ഒരു ആമീൻ കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു പോയാൽ അള്ളാഹു എന്നെ നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു നിങ്ങളെ നന്നാക്കി തരുമാറാകട്ടെ. ഖുർആനിലെ ഒറ്റ ആയത്ത് ഓതിയാൽ നിങ്ങൾക്ക് സ്വർഗ്ഗം കിട്ടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി ഓതുവോ. അല്ലാഹുവേ, ആരെല്ലാം ഈ മജ്ലിസിൽ ഇരുന്നുകൊണ്ട് ഉറക്കെ ഇൻഷാ അല്ലാഹ് പറയുന്നുണ്ടോ, മരിക്കുന്ന സമയത്ത് ഈ ഇൻഷാ അല്ലാഹ് പറയുന്ന ശബ്ദത്തിൽ ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കാൻ നീ ഭാഗ്യം കൊടുക്കണം അല്ലാഹ്. ഇനി പറ, ഓതുവോ? എത്ര സൗണ്ടുള്ളോ? അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഏതായത്? ആയത്തിൽ കുർസി എന്ന് പറയുന്ന ആയത്തിന്റെ ഖുർആൻ അറിയോ? ഓദിക്കേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇذنിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും വലാ യുഹീതുന إلا بما شاء وسع كرسيه السماوات والأرض ولا يعوده حفظهما وهو العلي العظيم. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ ആയത്ത് ഓതിയാൽ മതി സ്വർഗ്ഗത്തിൽ പോകാൻ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഓതുവോ? ആമീൻ. ഈ ഉസ്താദ് കൊള്ളാടി. അപ്പൊ നിസ്കരിക്കൊന്നും വേണ്ട, ഒറ്റ ആയത്ത് ഓതിയ സ്വർഗ്ഗത്തിൽ പോകാൻ. അല്ലേ? ഒരൊറ്റ ആയത്ത് ഓതിയ സ്വർഗ്ഗത്തിൽ പോകും. നിന്നെ വിറ്റ കാശ് അല്ലാഹുവിനറിയാം. നിന്നെക്കാളും വലിയ തന്ത്രശാലിയാണ്. എപ്പോഴാണ് ഓതേണ്ടത്? 5 വഖത്ത് നിസ്കരിച്ചിട്ട് നിസ്കാരം പായിരുന്ന ഓതേണ്ടത്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എപ്പോഴാ ഓതേണ്ടത്? അതായത് ഉസ്താദന്മാരെ നിസ്കാരം കഴിഞ്ഞിട്ട് അവരുടെ ആയത്തിൽ കുർസി ഓതനായിട്ട് അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നബി ഉമാമത്ത് അൽ-ബാഹിരി റളിയല്ലാഹു തആല മഹാനവറുകൾ നിവേദനം ചെയ്യുന്ന ഹദീസിൽ ആയത്തിൽ കുർസി പാരായണം ചെയ്യുന്നവന്റെയും സ്വർഗ്ഗത്തിന്റെയും ഇടയിൽ ഒറ്റ മറ, ഒരേ ഒരു മറയേ ഉള്ളൂ. സ്വർഗ്ഗത്തിന്റെയും നിന്റെയും ഇടയിൽ. സ്വർഗ്ഗത്തിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? മരിക്കണം. എന്ത് ചെയ്യണം? മരിച്ചാലല്ലേ സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റൂ? ഇവിടെ നിന്ന് പോവോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? ഈ ആയത്ത് ഓതണം, മരിക്കണം, നേരിട്ട് സ്വർഗ്ഗത്തിൽ പോകണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അവിടെ വെച്ച് കണ്ടാ പരിചയം കാണിക്കണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഓതുമല്ലോ അല്ലേ? ഓതുമല്ലോ. എന്താ പ്രതിഫലം? ദുനിയാവിൽ. ആഖിറത്തിൽ പ്രതിഫലം പോട്ടെ, ദുനിയാവിൽ എന്താ? നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം എന്തെന്നറിയോ? എന്താടോ? സ്വർഗം കിട്ടണമെന്നോ? അല്ല. എന്തുകൊണ്ടാണ് നമ്മൾ സ്വർഗത്തിനെ ഇഷ്ടപ്പെടുന്നത്? എന്തുകൊണ്ടാ സ്വർഗത്തെ ഇഷ്ടപ്പെടുന്നത്? സ്വർഗത്തിൽ പോയാലേ അള്ളാനെ കാണാൻ പറ്റൂ. അതുകൊണ്ടാ സ്വർഗത്തിനെ ഇഷ്ടപ്പെടുന്നത്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല.
നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം എന്താ? ഞാൻ ആദ്യം ഓതിയ ആയത്ത് അല്ലാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹു പറയുകയാ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം എന്താ? മരിക്കുമ്പോ ഈമാനോടുകൂടി മരിക്കണം. അല്ലാഹു പറയുകയാ, ഈമാനോടുകൂടി മാത്രമേ നിങ്ങൾ മരിക്കാൻ പാടുള്ളൂ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എടോ, മരിക്കുമ്പോ ഈമാനോടുകൂടി മരിക്കണം. എവിടെ കടന്നു വേണമെങ്കിലും നീ മരിച്ചോ. റോട്ടിലോ, വാഹനത്തിലോ, വെള്ളത്തിലോ, ഫ്ലൈറ്റിലോ, ഐസിലോ, വെന്റിലേറ്ററിലോ, എവിടെ വേണമെങ്കിലും, എവിടെ കടന്ന് മരിച്ചാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി ഇത് പറഞ്ഞിട്ടേ മരിക്കാവൂ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഈ ആയത്തോതാൻ നീ തീരുമാനിച്ചില്ലേ? ഈ ആയത്തോതാൻ നീ തീരുമാനിച്ചില്ലേ? നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം പറഞ്ഞ് പിരിയാം. ഈ ആയത്തോതാൻ തീരുമാനിച്ച നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുന്നു, നിങ്ങൾക്ക് കഴിയുമോ മരിക്കുന്ന കാലം വരെ, ഓർമ്മയുള്ള കാലം വരെ ഈ ആയത്തോതാതെ നിങ്ങൾ ഉറങ്ങല്ലേ? ഈ ആയത്തോതാതെ നിങ്ങൾ ഉറങ്ങല്ലേ? നിങ്ങൾക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? ഇത് വാശിയായിട്ടെടുക്കടാ ചെറുപ്പക്കാരാ. എന്റെ പെങ്ങളെ, ഒരു വാശി പോലെ എടുക്കു പൊന്നുമോളെ. നീ വാശി കാണിക്കുന്നവളാണ്. ആവശ്യമില്ലാത്ത എല്ലാ വിഷയങ്ങൾക്കും നീ വാശി കാണിക്കുമല്ലോ. എങ്കിലും വാശി കാണിക്കേണ്ടത് എപ്പോഴെന്നറിയോ? എന്തിനാണ് വാശി കാണിക്കേണ്ടത്? ഈ ആയത്ത് ഓതുന്നതിൽ നീ വാശി കാണിക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എല്ലാവരും വല്ലാതെ ചിരിച്ചല്ലോ, എല്ലാവരും വല്ലാതെ ചിരിച്ചല്ലോ. എടോ, ചിരിക്കേണ്ടത് ഇപ്പോഴല്ല. ദുനിയാവിൽ വെച്ച് ചിരിക്കാൻ എല്ലാവർക്കും കൊണ്ടും പറ്റും. ചിരിക്കേണ്ടത് ഇപ്പോഴല്ല. എപ്പോഴാണ് ചിരിക്കേണ്ടതെന്നറിയോ? ജീവിതത്തിൽ ഒരിക്കലേ മനസ്സറിഞ്ഞു ചിരിക്കാവൂ. ജീവിതത്തിൽ ഒരിക്കലേ മക്കളെ കിട്ടുമ്പോഴല്ല, പെണ്ണ് കിട്ടുമ്പോഴല്ല, പൈസ കിട്ടുമ്പോഴല്ല, ജോലി കിട്ടുമ്പോഴല്ല. എപ്പോഴാണ് ചിരിക്കേണ്ടതെന്നറിയോ? അന്തല്ലദീ വലദതു ഉമ്മുക ബകിയാ والناس حولك يضحكون سرورا واجهد لنفسك أن تكون إذا بكوا في حال موتك لاحقا مسرورا. എപ്പോഴാണ് ചിരിക്കേണ്ടതെന്നറിയോ? എപ്പോഴാണ് ചിരിക്കേണ്ടതെന്നറിയോ? അല്ലാഹു ചിരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. നമ്മുടെ ഉമ്മ എപ്പോഴും പറയും, നിന്നെ ഞാൻ പ്രസവിച്ചത് മരണവേദനയുടെ വേദനയും സഹിച്ചാണെന്ന്. അത്രയ്ക്കും വേദന ഉണ്ടോ പെങ്ങളെ? നമുക്കറിയില്ലല്ലോ. പെണ്ണുങ്ങൾ പറയും പ്രസവത്തിന് മരണവേദനയാണ്. ആണോ? ചില പെണ്ണുങ്ങൾ പറയുന്നത് പ്രസവം എന്ന് പറഞ്ഞാൽ പല പെണ്ണുങ്ങൾക്കൊരു സുഖമാണെന്ന്. സത്യത്തിൽ പ്രസവത്തിന് മരണവേദനയൊന്നുമില്ല. പഠിക്കണം കേട്ടോ, മരണവേദനയില്ല. അല്ലാഹു നിങ്ങളുടെ വേദനയ്ക്ക് പകരം പ്രതിഫലം നൽകുമാറാകട്ടെ. വേദന ഉണ്ടോ? നീ പ്രസവിക്കാൻ കിടന്ന സമയത്ത് 2-3 നേഴ്സുമാര് പിടിച്ചില്ലേ? ഒരു ഡോക്ടർ, 4 പേര് അല്ലെങ്കിൽ 5 പേര്, ഇത്രയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഒരാൾ മരിക്കുന്ന സമയം അവരുടെ റൂഹ് പിടിക്കാൻ വരുന്ന മലക്കുകൾ കയ്യും കാലും പിടിച്ചു വെക്കുന്നത് 70 മുതൽ 70,000 മലക്കുകളാണ്. ഒരാളുടെ റൂഹ് പിടിക്കുന്ന സമയത്ത് കയ്യും കാലും പിടിച്ചു വെക്കുന്ന മലക്കിന്റെ എണ്ണം എത്ര? പറയടോ കാക്ക, 70,000. പ്രസവിച്ചപ്പോ 4 എണ്ണം. അപ്പൊ പറ, മരണവേദനയുണ്ടോ? ഇല്ല, ഒരംശം. മരണവേദനയുടെ ഒരു അംശമേ ഉള്ളൂ പ്രസവവേദനയ്ക്ക്. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. വേദന ഇല്ല എന്ന് ഞാൻ പറയണില്ല. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, നീ എത്ര വേദന സഹിച്ച് പ്രസവിച്ചവളാണെങ്കിലും നിന്റെ കുഞ്ഞിനെ ഡോക്ടർ കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ നിങ്ങളൊക്കെ ചിരിച്ചില്ലേ? 9.5 മാസക്കാലം കൊണ്ടു നടന്ന കുഞ്ഞിനെ കണ്ടപ്പോൾ എല്ലാവരും ചിരിച്ചു. പാപ്പമാരായ ഞാനും നിങ്ങളും ഹോസ്പിറ്റലിൽ ഇങ്ങനെ നടക്കുക, ടെൻഷൻ അടിച്ചിട്ട്. അപ്പോഴാ നേഴ്സ് കൊണ്ടുവന്നിട്ട്, ദാ മോൻ
അതുവരെ കരഞ്ഞ ഞാനും നിങ്ങളും നമ്മുടെ മക്കൾ ആദ്യമായിട്ട് കണ്ടപ്പോൾ ചിരിച്ചു ഇല്ലേ? കണ്ടവരൊക്കെ ചിരിച്ചു. പക്ഷെ നമ്മൾ കരയുകയായിരുന്നതോ? നമ്മൾ ആ ചോര കുഞ്ഞായ ഞാനും നിങ്ങളും നെഞ്ചു പൊട്ടിയിട്ട് കരഞ്ഞപ്പോ ഉമ്മ ചിരിച്ചു, വാപ്പ ചിരിച്ചു, കണ്ടവരൊക്കെ ചിരിച്ചു. എന്തിന്? ഇബ്ലീസ് പോലും നമ്മളുടെ കരച്ചിൽ കണ്ടിട്ട് ചിരിച്ചു. കവി പറയുകയാ, പ്രതികാരം ചെയ്യണം കേട്ടോ. നീ കരഞ്ഞ സമയത്ത് നിന്റെ മുഖത്ത് നോക്കി ചിരിച്ചവരോട് നീ പ്രതികാരം ചെയ്യണം. എങ്ങനെ? ഉമ്മാനെ തല്ലിയിട്ട, ഉപ്പാനെ വൃദ്ധസദനത്തിൽ കൊണ്ടുവിട്ടിട്ട അല്ല. എങ്ങനാണ് പ്രതികാരം ചെയ്യേണ്ടതെന്നറിയോ? മോനെ, ഒരു ദിവസം 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞ് നിന്റെ വീടിനകത്ത് മലർത്തി കിടത്തും. 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞ് നിന്റെ വീടിനകത്ത് ഇങ്ങനെ മലർത്തി കിടത്തുമ്പോ നിന്റെ വാപ്പ കട്ടിലിന്റെ സൈഡിൽ ഇങ്ങനെ തളർന്നിരിക്കൂടാ. സ്വന്തം മകൻ ഇങ്ങനെ മരിച്ച വേദനയിൽ വാപ്പ ഇങ്ങനെ നെഞ്ചു പൊട്ടിയിട്ട് സംസാരിക്കാൻ കഴിയാതെ വീടിന്റെ ഒരു സൈഡിൽ ഇങ്ങനെ മിണ്ടാതെ ഇരിക്കും. നിന്റെ പെറ്റുമ്മ തേങ്ങി കരഞ്ഞുകൊണ്ട് നിന്റെ അടുത്ത് വന്നിട്ട് ആ വെള്ള തുണി ഇങ്ങനെ ഉയർത്തുമ്പോ ഉമ്മാടെ മുഖത്ത് നോക്കി ചിരിക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എടോ, നിന്റെ വെള്ളത്തുണി, മുഖത്തിട്ടിരിക്കുന്ന വെള്ളത്തുണി ഉയർത്തുമ്പോ നീ ഉമ്മാനോട് ചോദിക്കണം, ഉമ്മ, ഞാൻ ജനിച്ചപ്പോ ഞാൻ കരഞ്ഞു, നിങ്ങൾ ചിരിച്ചു, ഇന്ന് നിങ്ങൾ കരയുന്നു, എൻ്റെ മുഖത്ത് നോക്കുമ്മ. ഉമ്മയോട് ചോദിക്കണം, എൻ്റെ മുഖത്ത് നോക്കുമ്മ. വാപ്പയോട് പറയണം, ഞാൻ കരഞ്ഞപ്പോ നിങ്ങൾ ചിരിച്ചില്ലേ വാപ്പ, ഇന്ന് ഞാൻ ചിരിക്കുമ്പോ നിങ്ങളൊക്കെ കരയുക. മയ്യത്ത് കാണാൻ വരുന്നവരെല്ലാരും കരയണം, നമുക്ക് ചിരിക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അന്ന് വേണം ചിരിക്കാൻ. അന്ന് ചിരിക്കാൻ വേണ്ടിയാ ജീവിക്കേണ്ടത്. അന്ന് ചിരിക്കാൻ വേണ്ടിയാ പരിശ്രമിക്കേണ്ടത്. അന്ന് ചിരിക്കാൻ നിനക്ക് ഭാഗ്യം കിട്ടിയാൽ നിന്നെക്കാളും വലിയ ഭാഗ്യവാൻ ആരോടോ ലോകത്തുള്ളത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ ഓതാൻ തീരുമാനിച്ചവനെ നിനക്ക് റബ്ബൊരു മരണം തരും. നിനക്ക് അല്ലാഹു ഒരു നല്ല മരണം തരും. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആനിനെ സ്നേഹിച്ചാൽ, ആ ഖുർആൻ പാരായണം ചെയ്താൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബിയാണ് സഅദ് റളിയല്ലാഹു തആല അൻഹു. ചെറുപ്പക്കാരനായ സഅദ് ഉണ്ടല്ലോ, 30ാമത്തെ വയസ്സിലാണ് മുസ്ലിമായത്. 36ാമത്തെ കൊല്ലം അവിടെ നിന്ന് വഫാത്തായി. 6 കൊല്ലമേ മുസ്ലിമായി ജീവിച്ചുള്ളൂ. 6 കൊല്ലമേ മുസ്ലിമായി ജീവിച്ചുള്ളൂ. ആ സഅദ് റളിയല്ലാഹു തആല അൻഹു മരണപ്പെട്ടപ്പോ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങിയുമ്മ. നിന്നെ പോലെ 56 കൊല്ലമല്ല, 6 കൊല്ലമേ ജീവിച്ചുള്ളൂ. 6 കൊല്ലമേ മുസ്ലിമായി ജീവിച്ചുള്ളൂ. മരിച്ചപ്പോ ഈ ലോകം മുഴുവൻ അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധിപരനായ ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിന്റെ സിംഹാസനം പോലും കുലുങ്ങുകയാണ്. അല്ലാഹുവിന്റെ അർശ് പോലും കുലുങ്ങിയല്ലോ. മനോഹരമായ ഒരു മരണമായിരുന്നു. ഈമാനുള്ള മരണമായിരുന്നു. കുതിച്ചു പോകുന്ന മരണമായിരുന്നു. സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുഖത്ത് വല്ലാത്ത ഒരു പ്രകാശമാ, ചുണ്ടില് വല്ലാത്ത പുഞ്ചിരിയാണ്. കണ്ടവർ മുഴുവനും കൊതിച്ചു പോകുന്നു. അല്ലാഹ്, എന്തൊരു മരണമാണല്ലോ. പടച്ചവനെ, മനോഹരമായ ഒരു മരണമായിരുന്നു. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, 1ാമത്തെ പ്രതിഫലം നല്ല മരണമാണ്. മുഖത്ത് വല്ലാത്ത വെളിച്ചമാണ്, ചുണ്ടില് വല്ലാത്ത പുഞ്ചിരിയാണ്. ഭർത്താവ് പറയുന്നല്ലോ, നിനക്ക് ഗ്ലാമർ ഇല്ലെന്ന്, എന്റെ അത്രയും സൗന്ദര്യം നിനക്കില്ലെന്ന് നിന്റെ ഭർത്താവ് കളിയാക്കുന്നല്ലോ. എടീ പൊന്നുമോളെ, 3 കഷ്ടം വെള്ള തുണിക്കകത്ത് പുതച്ച് കിടത്തുന്ന ദിവസം നിന്റെ ഭർത്താവ് പറയണം, എന്റെ ഭാര്യയുടെ മുഖത്ത് വല്ലാത്ത വെളിച്ചമാ, എന്തൊരു പ്രകാശമാ ഉസ്താദ്, എന്റെ ഭാര്യയ്ക്ക് എന്തൊരു സൗന്ദര്യമായിരുന്നു ഉസ്താദ്. മരിച്ചു കിടക്കുന്ന സമയത്ത് ഭർത്താവിനെ കൊണ്ട് പറയിപ്പിക്കണം പെണ്ണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹു തരുന്ന 1ാമത്തെ പ്രതിഫലം നല്ല മരണമാണ്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുത്തെ ജനാസയുണ്ടല്ലോ, സഅദ് റളിയല്ലാഹു
തആല അൻഹുവിന്റെ ജനാസയുണ്ടല്ലോ, അതാ സ്വഹാബികൾ ചുമക്കുകയാണ്. മയ്യത്ത് കട്ടിലിന്റെ മുകളിൽ വെച്ചുകൊണ്ട് ചുമക്കുമ്പോ അവര് പറയുകയാ, ഭാരമില്ല, 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 മയ്യത്തിനൊരു ഭാരമില്ല. പടച്ചവനേ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് കാലിന്റെ തള്ളവെള്ള കുത്തികെട്ട് നടന്നു പോവുകയാണ്. ലോകത്തിന്റെ നേതാവ് ജനാസ കൊണ്ടുപോകുമ്പോ തള്ളവരുടെ കുത്തികെട്ട് നടക്കുകയാ. മയ്യത്ത് ചുമക്കുന്നവർ പറയുന്നു ഭാരമില്ലെന്ന്. ആരാപങ്ങള് സഅദ് തങ്ങളുടെ ജനാസ ചുമന്നതാരാ? അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്തിനാ തള്ളവരുടെ കുത്തികെട്ട് നടക്കുന്നത്? തള്ളവരുടെ കുത്തികെട്ട് നടക്കുന്നല്ലോ സഹാബത്തെ, സ്ഥലമില്ല സഹാബ, കാലുകുത്താ സ്ഥലമില്ല സഹാബ. കാരണം അല്ലാഹുവേ, 70,000 മലക്കുകൾ ഇറങ്ങി വന്നിരിക്കുകയാ. ആകാശ ലോകത്ത് നിന്ന് അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വന്നിരിക്കുകയാണ്. നടക്കാ സ്ഥലമില്ല, നടക്കാ സ്ഥലമില്ല, കാലുകുത്താ സ്ഥലമില്ല. എടാ മുതഅല്ലിമീങ്ങള്, എന്റെ പൊന്നുമക്കള്, അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കാൻ നാടും വീടും വിട്ടിട്ട് ഈ ചോർന്നൊലിക്കുന്ന ഷെഡിനകത്ത് വന്ന് കിടക്കുന്ന മക്കള്, നിന്നെയൊക്കെ ചുമക്കാൻ വരുമടാ. ആകാശത്ത് നിന്ന് അല്ലാഹുവിന്റെ മലക്കുകളുണ്ടല്ലോ, ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുമറൂൻ. കള്ളുപിടിയനും പെണ്ണുപിടിയനും പലിശക്കാരനും നിസ്കരിക്കാത്തവനും വൃത്തികെട്ടവന്മാരല്ല നമ്മുടെ മയ്യത്ത് ചുമക്കേണ്ടത്. നമ്മൾ അല്ലാഹുവിന്റെ ഖുർആൻ പഠിച്ചവരാ, നമ്മൾ ആലിമീങ്ങളാ, ഖുർആനിന്റെ സൂറത്തുകൾ ഹൃദയത്തിൽ കൊണ്ട് നടന്നവരാടാ. നമ്മളെ ചുമക്കാൻ മലക്കുകൾ വരണം മോനെ. ആകാശത്ത് നിന്നും മലക്കുകൾ ഇറങ്ങി വന്നു. മുത്തുനബി തള്ളവരൽ കുത്തിയിട്ട് നടക്കുകയാ. ജനാസയ്ക്ക് ഭാരമില്ല നബിയേ. ഇത് ഖുർആൻ തരുന്ന പ്രതിഫലമാണോ? ഇത് ഖുർആൻ പഠിച്ചവൻ അല്ല തരുന്ന പ്രതിഫലമാ. ഇത് ഖുർആനിനെ ഇഷ്ടപ്പെട്ടവർക്ക് അല്ലാഹു തരുന്ന പ്രതിഫലമാ. തീർന്നില്ലല്ലോ, സഅദ് റളിയല്ലാഹു തആല അൻഹുവിനെ ഖബർ കുഴിക്കുകയാണ്. സഅദ് തങ്ങൾക്ക് ഖബർ കുഴിക്കുകയാണ്. മണ്ണിന് വല്ലാത്ത സുഗന്ധം, മണ്ണിന് വല്ലാത്ത സുഗന്ധം. ഖബർ കുഴിക്കും തോറും സുഗന്ധം ഇങ്ങനെ കൂടുകയാണ്. അവസാനം ഖബർ കുഴിച്ചു. ഖബറിന്റെ ഏറ്റവും അടിയിൽ നിന്നും മണ്ണിങ്ങനെ വാരുമ്പോ ഖബർ കുഴിക്കുന്ന മനുഷ്യൻ ഒരു പിടി മണ്ണ് വാരി മടിയിൽ വെക്കുകയാ. അല്ലാഹുവേ, സഅദ് തങ്ങളുടെ ഖബറിലെ മണ്ണിന് പോലും സുഗന്ധമാ മോനെ. ഖുർആൻ പഠിക്കുന്ന മക്കളെ, മണ്ണ് തിന്നില്ലടാ നിങ്ങളെ. അല്ലാഹുവിന്റെ ഖുർആൻ പഠിച്ച ശരീരം പുഴുക്കൂല, പുഴുക്കള് തിന്നൂല. ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ, സന്തോഷമാണവകൾക്കു നീ ചെല്ലുന്നതിൽ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണു പരസ്പരം തിന്നുന്നതിൽ. കാർഡില്ല റേഷന് വേണ്ട പോലതിലുണ്ട്, ക്യൂ സിസ്റ്റമില്ല, തള്ളലാണത് കൊണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ പഠിച്ച മക്കളെ, ഹാഫിളീങ്ങളെ, നിങ്ങളെ മണ്ണ് തിന്നില്ലടാ മക്കളെ. അല്ലാഹുവേ, സഅദ് തങ്ങളുടെ ഖബറിനകത്ത മണ്ണിനു പോലും സുഗന്ധം. അവസാനം ഒരു പിടി മണ്ണ് വാരി മടിയിൽ വെച്ചു. സഅദ് തങ്ങളെ ഖബറടക്കി വീട്ടിലേക്ക് ചെല്ലുമ്പോ കസ്തൂരിയുടെ വാസനയാ. സഅദ് തങ്ങളുടെ ഖബറിനകത്ത മണ്ണിനു പോലും കസ്തൂരിയുടെ വാസനയാണ്. വീടിന്റെ റൂം മുഴുവനും അവിടെ നിന്ന് സുഗന്ധം ഇങ്ങനെ അടിച്ചു വീശുകയാ. ഏത് മണ്ണടാ? അല്ലാഹുവേ, സഅദ് തങ്ങളുടെ ഖബറിനകത്തിരുന്ന മണ്ണാണ് ചെറുപ്പക്കാരാ. അവസാനം സഅദ് തങ്ങളെ സ്വപ്നം കണ്ടു. ഈ ഖബർ പിടിച്ച മനുഷ്യന് സ്വപ്നം കണ്ടു. അവിടെ നിന്ന് ചോദിക്കുന്നു, സഅദ്, എങ്ങനെയാ നിനക്ക് ഈ പ്രതിഫലം കിട്ടിയത്? എങ്ങനെയാണ് ഈ പ്രതിഫലം നിനക്ക് കിട്ടിയത്? നിന്റെ മുഖത്ത് പ്രകാശമായിരുന്നല്ലോ, മലക്കുകൾ വന്നല്ലോ,
കവറിലെ മണ്ണിന് പോലെ സുഗന്ധമായിരുന്നല്ലോ. എങ്ങനെയാണ് ഈ പ്രതിഫലം കിട്ടിയത്? അപ്പോഴാണ് സഅദ് തങ്ങൾ പറഞ്ഞത്, ഞാൻ പിടിച്ച സുന്നത്തു നോമ്പും ഞാൻ ഓതിയ ഖുർആനും എനിക്ക് അല്ലാഹു അതിന് പകരം തന്നതാണെന്ന് മഹാനവറുകൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ആയത്തിൽ കുർസി ഓതുമെന്ന് തീരുമാനിച്ചവനെ, ഖുർആനിനെ ബഹുമാനിച്ചവനെ, ഖുർആനിനെ ആദരിച്ചവനെ, ഖുർആനിനെ സ്നേഹിച്ചവനെ, ഖുർആനിന്റെ തണലിൽ നീ ഞങ്ങളുടെ സ്വർഗത്തിലെത്തിക്കണേ അല്ലാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. اللهم أنزله المقعد المقرب عندك يوم القيامة. അർഹമറഹീമായ ദയാലുവായ കരുണയുള്ള അല്ലാഹ്, ഞങ്ങളുടെ ഒരുമിച്ച് കൂടല്ല നീ കബൂലാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമെല്ലാം ഒരു സാലിഹായ അമലായി നീ സ്വീകരിക്കണേ അല്ലാഹ്. എന്തെങ്കിലും തെറ്റുകളോ ന്യൂനതകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ നിന്റെ കരുണ കൊണ്ട്, നിന്റെ ഔദാര്യം കൊണ്ട് നീ പുറത്തു മാപ്പാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നീ ഇഷ്ടപ്പെടാത്ത ഒരാളും ഈ മജ്‌ലിസിലില്ല റഹ്മാനെ. ഇന്ന് നിന്നോട് എന്തു ചോദിച്ചാലും നീ തരുമെന്ന് ഞങ്ങൾക്കറിയാം പടച്ചവനെ. ഈ നീട്ടുന്ന കയ്യ നീ തട്ടിക്കളയല്ല അല്ലാ, ഈ നീട്ടുന്ന കയ്യ നീ തട്ടിക്കളയല്ല അല്ലാ. പടച്ചവനെ, ഞങ്ങൾക്ക് പണവോ അധികാരവോ സ്ഥാനമാനങ്ങളോ വേണ്ട. ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ പാവ ഒന്ന് പുറത്തു തന്നാ മതി റഹ്മാനെ. നീ ഗഫൂറാണല്ലോ അല്ലാ, നീ റഹീമാണല്ലോ അല്ലാ, നീ 100 കൊല ചെയ്തവന് പുറത്തു കൊടുത്തവനാണല്ലോ അല്ലാ. തൗബ ചെയ്യുന്നവരെ നിനക്ക് വലിയ ഇഷ്ടമാണല്ലോ അല്ലാ. നീ ഞങ്ങളുടെ റബ്ബും ഞങ്ങൾ നിന്റെ അടിമകളുമാണല്ലോ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണേ അല്ലാ. ഈ മണ്ണിൽ നിന്നിറങ്ങി പോകുമ്പോ ഹജറുൽ അസ്വദ് മുത്തിയവരെ പോലെ നീ ഞങ്ങളെ ശുദ്ധീകരിക്കണേ അല്ലാ.